പ്രത്യയശാസ്ത്രത്തിന്റെ പേരിൽ കുറ്റം ചെയ്തവരെ സംരക്ഷിച്ചവരെ കൂടി സംരക്ഷിച്ചെത്തുകയാണ്. ഒരാള് പോലും പറഞ്ഞില്ലല്ലോ. തുറന്ന് പറയാൻ കാണിച്ചത് അങ്ങേറ്റം അഭിനന്ദനാർഹമായ കാര്യമാണെന്ന് പറയുമ്പോഴും ഈ പേര് പറയാതെ സംരക്ഷിക്കുക, സംഘടനയെ സംരക്ഷിക്കുന്നത് അത് അങ്ങേറ്റം ഒരു നീതികേടല്ല. ഞാൻ പറയട്ടെ, ഏതൊരു വ്യക്തിക്കും നമ്മൾ പല അവസരങ്ങൾ കൊടുക്കണമല്ലോ. ഒരു വ്യക്തിക്ക് ഒരു സെക്കൻഡ് ലൈഫ് ഉണ്ട്, നന്നാവാനുള്ള അവസരങ്ങളുണ്ട്. നമ്മൾ പലതവണ ഉപദേശിച്ചു, പല രീതിയിൽ ശ്രമിച്ചു, ഇപ്പോൾ ഇങ്ങനെയും ശ്രമിക്കുന്നു. ഇനിയും ഇങ്ങനെയുള്ള ഒരു മുന്നോട്ട് പോകലാണെങ്കിൽ നമ്മൾ അത് ആലോചിക്കും. അയാളോട് ദേഷ്യമൊന്നുമില്ല. ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കിയത് വ്യക്തിപരമാണ്, ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡാണ്. അല്ലാതെ പക്ഷേ താങ്കളുടെ പ്രതികരണത്തിൽ ആ വ്യക്തിക്ക് തന്നെ റിഫ്ലക്ട് ചെയ്യാൻ പറ്റുന്നതായിട്ട് മക്കൾ എന്നൊക്കെ പറയുന്നത് അല്ലേ, അങ്ങനെ പോലും അങ്ങനെയൊക്കെ ഒരു ഹാബിച്വൽ ഒഫൻഡർ അല്ലെങ്കിൽ ഹാബിച്വൽ മോളസ്റ്റർ എന്ന നിലയ്ക്ക് കാണേണ്ട ഒരാളായിട്ട് നമ്മൾ പരിഗണിക്കണം. അതെ അതെ, സമൂഹത്തിന് മുന്നിൽ എക്സ്പോസ് ചെയ്യപ്പെടേണ്ടതാണ്. അത് നിങ്ങൾ തന്നെ എക്സ്പോസ് ചെയ്തോളൂ. ഞങ്ങളെങ്ങനെ പറയുന്ന പേര് അല്ല, അതാണ് ഞാൻ പറഞ്ഞല്ലോ, ഹൂ കെയേഴ്സ്, അതാണ് ആറ്റിറ്റ്യൂഡ്. അല്ല, അപ്പോൾ അത് മാധ്യമ സൃഷ്ടിയാണെന്ന് അവർ നമ്മളിപ്പോൾ ഒരു പേര് പറയുകയാണെങ്കിൽ അത് മാധ്യമ സൃഷ്ടിയാണെന്ന് അവരത് വ്യാഖ്യാനിക്കും, അത് മറ്റൊരു തലത്തിലേക്ക് നീങ്ങും. പക്ഷെ താങ്കൾ തന്നെയാണ് പറയുന്നത്, അത് താങ്കൾ തന്നെ ആ പേര് എക്സ്പോസ് ചെയ്യുമ്പോൾ അതനുസരിച്ച് തന്നെ മുന്നോട്ട് പോകാനും സാധിക്കും. അല്ല, ഏത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രതിനിധീകരിക്കുന്നു, അവർക്ക് ഉത്തരവാദിത്വം ഉണ്ട്. ഞാൻ പറയുന്നത് അവർ ഇനിയെങ്കിലും ഉത്തരവാദിത്വം എടുക്കണം എന്നുള്ളതാണ്, ഒരു ധാർമ്മികതയോടെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. പ്രസ്ഥാനത്തിന്റെ പേര് മാത്രം ഞാൻ ഒരു പ്രസ്ഥാനത്തെയും അങ്ങനെ വിശ്വസിക്കുന്നില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട പല നേതാക്കന്മാരും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ താങ്കളുടെ MLA യുടെ പ്രസ്ഥാനമാണല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഹൂ കെയേഴ്സ്, അതാണ് ആറ്റിറ്റ്യൂഡ്, അതാണ്. അപ്പൊ ഹൂ കെയേഴ്സ് എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ ആൾ തന്നെയാണല്ലേ? ഹൂ കെയേഴ്സ്, അതാണ് ആറ്റിറ്റ്യൂഡ്, അതാണ് പ്രശ്നം. ഇപ്പോഴും ആറ്റിറ്റ്യൂഡ് അങ്ങനെ തന്നെയാണ്, മാധ്യമങ്ങൾക്ക് മുന്നിൽ മുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. എല്ലായിടത്തും ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണല്ലോ. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ കേസായിട്ട് മുന്നോട്ട് പോയാലും സംഘടനയിൽ മുന്നോട്ട് പോയാലും ഒരു സ്ത്രീകൾക്ക് നീതിയില്ല. അതാണ് എൻ്റെ വിഷയം. ഞാൻ അതാണ് അന്നത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞത്. നമുക്ക് ഒരു തരത്തിലും ഒരു സ്ഥലത്തും നീതി ഇല്ല എന്നുള്ളത്. ഞാനിനി ഇപ്പൊ പേര് പറഞ്ഞ് മുന്നോട്ട് പോയാലും ഒരു നീതി കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ എന്റെ ലൈഫ് ഡേഞ്ചർ ആക്കാം എന്നല്ലാതെ ഇതിനകത്ത് എനിക്ക് ഒരു നീതിയും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ കുറച്ചു ദിവസം കഴിയുമ്പോൾ പോകും. ഒരു സ്ത്രീക്കും ഒരു നീതിയും ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് സ്ത്രീകളൊന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഇത്രയും പോപ്പുലേഷൻ ഉണ്ടായിട്ട് പോലും നമ്മൾ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത് ആരൊക്കെയാണ് എന്നൊന്ന് ചിന്തിക്കുന്നതല്ല. ആ തെരഞ്ഞെടുപ്പ് സമയത്ത് ആ വ്യക്തി മത്സരിച്ച സമയത്ത് സ്ത്രീകളുടെ അറിവിലേക്കായിട്ട് താങ്കൾക്ക് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അങ്ങനെ എന്താ പറയാ, ഞാൻ കൂടുതൽ ഈ വ്യക്തിയെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. ഞാൻ വിചാരിച്ചത് ചെറിയ ഒറ്റ ചോദ്യം, സംസ്ഥാനത്ത് ഒരു ജനപ്രതിനിധിക്ക് നേരെയാണോ ഈ ആരോപണം ഉണ്ടാകുന്നത്? ഞാനത് പറഞ്ഞല്ലോ, ഞാനത് പേരെടുത്ത് പറയുന്നില്ല. എന്ന ആറ്റിറ്റ്യൂഡാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയാണോ ഈ ആരോപണം? നോ കമന്റ്സ്.